अच्छा माले भाई। नहीं मेरे पास पैसे नहीं है। कहिए ना मुझे जाके बढ़ा दो। नहीं चाहिए नहीं चाहिए। ले लो भाई, अच्छा माल है, नहीं सस्ता में चाहिए। देगा। नहीं चाहिए। ये जापान की माल है। क्या दाम में देगा जल्दी बोलो। 400, 500, 600। ये दाम तो बहुत ज्यादा प्लीज। अरे भाई भाई आओ भाई. പാഹേരെ കൊണ്ടു ഏത് നായിന്റെ മോനാണ് കണി കണ്ടത്? തമ്പ്രാൻ തമ്പ്രാൻ എവിടെയാണ്? വല്ലതും വേണോ? ജപ്പാന്റെ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ വേറൊരാളെ അന്വേഷിച്ചിറങ്ങിയതാ. മാമച്ചനായിരിക്കും, നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ പറ്റുള്ളൂ. അതല്ല, എനിക്ക് ആ കബീർ ദാദെ ഒന്ന് കാണണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കബീർ ദാദെ? അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ല? എന്ത്? മൂപ്പരകത്തായി. അകത്താ? ആ, ഒരു മാർവാടിനെ കൊന്ന കേസില് ആ ഗ്യാങ് മുഴുവൻ ചെയ്യില്ല. അല്ല ഇതെന്താ ഇപ്പൊ നല്ല നല്ല തമ്പുരാക്കന്മാർ വിട്ടാളി ദാദന്മാരായിട്ടൊക്കെ ഒരു കമ്പനി? അത് വേറൊരു ആവശ്യത്തിനാ. എന്താവശ്യം ഉണ്ടെച്ചാലും കാര്യം തുറന്നു പറഞ്ഞോളി, ഞമ്മള് ശരിയായി തരാം. അതല്ല കബീർ ദാദ എന്നെ പറ്റുള്ളൂന്നുണ്ടോ? അല്ല അങ്ങനെയല്ല. എങ്ങനെയാണെന്ന് വെച്ചാ പറഞ്ഞോളി. ബൊമ്പായില് ദാദന്മാർക്കാ പഞ്ഞം ഇങ്ങോട്ട് പറയുന്നു. ഇതിപ്പോ നിങ്ങൾക്കാർക്കും ചെയ്യാവുന്ന കാര്യല്ലേ ഉള്ളൂ. 10-60 വയസ്സായ ഒരു കിഴവനെ കൊല്ലാൻ ഈ ബോംബെന്ന് 2 ലക്ഷം ഉറുപ്പ്യം കൊടുത്ത ഒരാളെ കൊണ്ടുപോണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. അമ്മാമ്മ രാജാവാണ്, സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ എല്ലാവരും അകത്താവും. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം വേണം കാര്യങ്ങൾ ചെയ്യാൻ. ചുരുക്കി പറഞ്ഞാൽ ചോര പുറത്തു വരാൻ പാടില്ല എന്നർത്ഥം അല്ലേ? ശരി, നമുക്ക് നോക്കാം. कल रात को साला इतना टाइट हो गया मेरे को पूछे। अच्छा चौधरी साहब ठीक है? अरे हाँ ठीक है। അങ്ങോട്ട് നോക്ക്. वरा 4 ഗ്ലാസ് പാനി ലാന. അച്ചാജി, മൂപ്പര് നമുക്ക് പറ്റിയ ആളാ ചൗധരി സാഹിബ്. അയാളെങ്ങനെ അത് മതിയോ? അല്ലെങ്കിൽ അയാൾ അടുത്തിരിക്കുന്ന ആളാ സുന്ദർ സിംഗ്? അതെങ്ങനെ? രണ്ടും കണക്കാ. എങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിച്ച് ഉറപ്പിച്ച് അഡ്വാൻസ് കൊടുക്കാം. ഇയാള് വേണ്ട, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഗുണ്ടയാണെന്ന്. ഈ കൊല്ലാനും തല്ലാനും നടക്കുന്നവരൊക്കെ പ്രേംനസീറിന്റെ അടുക്ക് ഉണ്ടാവോ? ഈ പൊള്ളയില് കാഴ്ചക്ക് വേദമുള്ള ആളാ ചൗധരി. കൊട്ടാരത്തിൽ വന്ന് താമസിക്കുകയും മറ്റും ചെയ്യുമ്പോ ആളിന് അതിനെ പറ്റിയ ഒരു കാഴ്ചയൊക്കെ വേണ്ടേ? അങ്ങനെ എല്ലാം തേഞ്ഞ് ലക്ഷണത്തിൽ ആളെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ അറിഞ്ഞു തരൂ. നല്ല മുഖശ്രീ. തമാശ പറയാതെ സംഭവം നടക്കുമല്ലോ എന്ന് പറ, അല്ലെങ്കിൽ എനിക്ക് വേറെ വല്ല വഴി ആലോചിക്കണം. ഇപ്പം കാണിച്ചെന്ന് ആരും പറ്റിയില്ലല്ലേ? പിന്നെ ഒരാളുണ്ട്, പക്ഷെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ആരാ? ഒരു ശൈത്താനാണ്. ഓനെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച് കിട്ടിയ റെഡിയാ. പുഷ്പം പോലെ കൊന്നു കൈ തരും. കൊല്ലാന്ന് വെച്ചാ ആറ്റിനും കോയിനും ഇറക്കണേൽക്കൊന്നല്ല, വളരെ മയത്തിലും ചിട്ടയിലും ക്ലിക്ക് സംഗതി അയക്കും. അതും ആരും എവിടെയും കയറി ചെന്ന് കൊല്ലുന്ന ടൈപ്പൊന്നല്ല. പറ്റിയ പാർട്ടിയാണെങ്കിൽ തരം കിട്ടിയ കൊല്ലുന്നു മാത്രം. കാഴ്ചക്ക് എങ്ങനെ? ആ, കാഴ്ചക്ക് നിങ്ങളെ പോലെ തന്നെ. ഓഹോ. ആ, പിന്നെ നല്ല ഒത്ത പൊക്കും നല്ല വണ്ണമൊക്കെ ഉണ്ട്. പിന്നെ നിറം ഇങ്ങനെ കറുത്തിട്ടല്ല, നല്ല പൊന്നിന്റെ നിറ. പിന്നെ മുഖം ഇങ്ങനെ കൂർത്തിട്ടല്ല, റൗണ്ട് ഫിഗറാ. പിന്നെ എന്നെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത്? അത് ഞാനിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായം പറഞ്ഞത് മാത്രം. ഇപ്പൊ ആളെവിടെയുണ്ട്? നിങ്ങൾ എന്താണിക്കാ പറയണേ? ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കോയിനെ പോലും കൊല്ലാത്ത ഞാൻ ഒരു മനുഷ്യനെ കൊല്ലാനാ? പടച്ചോനെ, അത് ആലോചിക്കുമ്പോ തന്നെ നമുക്ക് മേലാകെ പെരുത്ത് കയറുന്നു. നീ എന്നോട് പറഞ്ഞില്ലേ ഒരാളെ കൊന്നിട്ടെങ്കിലും പൈസ ഉണ്ടാക്കണം, എന്നിട്ട് കൈവിട്ടുപോയ തറവാട് തിരിച്ചു പിടിക്കണം എന്നൊക്കെ? അതൊരാശ പറഞ്ഞതല്ലേ എന്റെ ജമാലിക്ക? ആശേ എടോ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നിനക്കറിയോ, ഈ ബോംബെ കാണുന്ന കോടീശ്വരന്മാരിൽ അധികം കട്ടിട്ടും കൊന്നിട്ടും കള്ളക്കടത്ത് നടത്തിയിട്ടും കാശുണ്ടാക്കിയവരാ. ഞമ്മക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാ ഇപ്പോഴും ഈ നക്കാപ്പിച്ച കച്ചവടം കൊണ്ട് നടക്കണേ. ഈ കേസ് ഞമ്മളെ കെയറോപ്പ് കൊണ്ടു തന്ന് പഠിച്ചോൻ തന്നെയാന്ന് കരുതിയാ മതി.
അല്ലാതെ ബൊമ്പായിൽ ദാതാമാരില്ലാഞ്ഞിട്ടാ? പടച്ചോൻ കൊടുത്ത ജീവനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല. അപ്പൊ പടച്ചോൻ തന്നെ 2 ലക്ഷം റുപ്യ പുറങ്കാലം കൊണ്ട് തട്ടി തെറിപ്പിക്കാൻ ഞമ്മക്ക് അധികാരമുണ്ടോ? അബ്ദുള്ള, നീ അങ്ങനെ ശാസ്ത്രം പറഞ്ഞ നിന്റെ അടുത്തുണ്ട് ശാസ്ത്രം. നീ കഴിക്കുന്ന ഓരോ ധാന്യമണിയിലും നിന്റെ നാമം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്ന പൊരുളെന്താ? ഈ 2 ലക്ഷം റുപ്യ നിനക്ക് തിരിച്ചാൻ തന്നെയാ. ആ 2 ലക്ഷത്തിൽ നിന്ന് നീ കുറച്ചെന്തെങ്കിലും എനിക്കെന്നാ ഞാനും ഒന്ന് കരകയറും. നീ സമ്മതിക്കും മോനെ. ഏതായാലും നീ ഈ കേസ് ഒഴിവാക്കല്ല മോനെ. ബാക്കിയുള്ള എല്ലാ വഴിയും ഞാൻ പറഞ്ഞുതരാം. ഒന്നും പേടിക്കണ്ട. വാ വാന്ന്. തമ്പുരാനെ, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാൻ തന്നെ. ഒരു വിധത്തിലൊക്കെ ഞാൻ മൂപ്പരെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ്, എങ്ങനെയാണ്, അതിന്റെ മട്ടെന്താണ്, മാതിരി എന്താണ് എന്നൊക്കെ നിങ്ങൾ എന്നാണ്ട് പറഞ്ഞു കൊടുത്താലേ സമയമാകുമ്പോ വേണ്ടി വന്ന നമ്മളും അങ്ങോട്ട് എത്തിക്കോളാം. എന്തേ? ആ മടക്കി കഴിച്ചോളൂ. അഴിക്കടോ. ഓ, ഉണ്ണി, ഹായ്. ഉണ്ണിയല്ലേ അത്? അല്ല. പിന്നാരാ? അറിയില്ല. അതെ, ഉണ്ണി തന്നെയാ. ഉണ്ണി, പേടിക്കണ്ട, അമ്മായിയാണ്. നല്ല ഹൊട്ട. കണ്ടോ, അവൻ പിണങ്ങി നിക്കുക. ഉണ്ണി, അമ്മേ. വാ. ചെരുപ്പ് ഇവിടെ ഒരു ഉണ്ണി, ഉണ്ണി, എന്താ ഉണ്ണി ഇത്? അമ്മയോട് ഇത്രയ്ക്ക് സ്നേഹം ഇല്ലാണ്ടായോ നിനക്ക്? കാത്തു കാത്തിരുന്ന് എന്റെ കണ്ണ് കഴിച്ചു. അമ്മായി, ഇത് ഉണ്ണിയൊന്നുമല്ല, എന്റെ ഒരു സ്നേഹിതനാണ്. നുണ പറയരുത്, കൊല്ലും ഞാൻ നിന്നെ. എല്ലാരും കൂടി എന്റെ ഉണ്ണിയെ ഒളിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ? വരൂ ഉണ്ണി, അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ഉമ്മ അല്ല അമ്മ, ഞാൻ നിങ്ങളുടെ മകനല്ല. എന്താ തമ്പുരാനാ ഇത്? അമ്മേ, ഇങ്ങോട്ട് വരൂ. ഇത് ഉണ്ണിയല്ല. ആര് പറഞ്ഞു? കുട്ടി കണ്ടിട്ടില്ലല്ലോ ഉണ്ണിയെ. ഇത് എന്റെ ഉണ്ണി തന്നെയാ. വരൂ ഉണ്ണി. വളഞ്ഞല്ല എന്റെ റ- വരൂ ഉണ്ണി. അമ്മായി വിടൂന്നേ. ആളെ വിടുന്നു. വരൂ തമ്പ്രാട്ടി, അകത്തേക്ക് പോവാം. വരൂ തമ്പ്രാട്ടി, അകത്തേക്ക് പോവാം. തമ്പ്രാട്ടി വരൂ. ഉണ്ണി വരൂ. വരൂ തമ്പ്രാട്ടി, വരൂ അമ്മേ. അകത്ത് പോവാം. വരൂ തമ്പ്രാട്ടി, ഇങ്ങോട്ട് വരൂ. വരൂ അകത്തേക്ക് പോവാം. ഉണ്ണി, ഉണ്ണി. രാധികെ, അകത്ത് കൊണ്ടുപോ. അമ്മേ, നമ്മുടെ ഉണ്ണിയാ. അവനെ എനിക്ക് വിട്ടുതരൂ. അവനെ എനിക്ക് വിട്ടുതരൂ. അമ്മേ, ഉണ്ണി. ഭാഗീരഥി, അകത്ത് പോകാനാ പറഞ്ഞത്. ഉണ്ണി, വരൂ. ഉണ്ണി, ഉണ്ണി, ഉണ്ണി. വരൂ, ഉണ്ണി. അമ്മേ, തമ്പ്രാട്ടി വരൂന്നേ. എന്റെ ഉണ്ണിയല്ലേ, ഇങ്ങോട്ട് വരൂ. ഉണ്ണി, ഉണ്ണി. വിട്ടേക്കൂ, വലിച്ചഴക്കണ്ട. ഉണ്ണി, എല്ലാരും കൂടി എന്നെ നിന്നിൽ നിന്ന് അകറ്റുക. നീ ഇനി പോവണ്ട. ഇല്ല, ഞാൻ പോവില്ല. ഞാൻ വരാം. അമ്മ എഴുന്നേക്കൂ. സ്ഥിരബുദ്ധിയില്ലാത്ത സ്ത്രീയാണ്. നിങ്ങൾ ആരാണ് എന്താണെന്ന് അറിയാതെ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? അമ്മാമേ, ഇതെന്റെ സ്നേഹിതനാണ്, അനന്തൻ നമ്പൂതിരി. പ്ലാക്കുറിശി ഇല്ലത്തെയാ. അമ്മാമയെ കാണണമെന്നും പരിചയപ്പെടണമെന്നും പറഞ്ഞ് എന്റെ കൂടെ വന്നതാണ്. വരൂ ഉണ്ണി, ഇങ്ങോട്ട് വരൂ. എവിടെയായിരുന്നു ഇത്ര നാള് നീ?